നമസ്കാരം, എല്ലാവർക്കും മല്ലു ടെക് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻസ്പെക്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളിനെ പറ്റിയിട്ടാണ്. ഇത് വെബ് ഡെവലപ്പേഴ്സിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ അതിലേക്ക് കിടക്കാം നമുക്ക്. ആദ്യമായിട്ട് ഞാൻ മോസില്ല ഫയർഫോക്സിൽ ഒരു പേജ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഈ സൈറ്റ് കാണുമ്പോൾ നമുക്കിതിലത്തെ ഫോണ്ട് ഇഷ്ടമായി, അല്ലെങ്കിൽ കുറച്ച് കളേഴ്സ് ഇഷ്ടമായി. ആ കളറിൻ്റെ കോഡ് എന്താണെന്ന് നോക്കണം. അങ്ങനെ വല്ല ആവശ്യങ്ങൾ വരികയാണെങ്കിൽ വേറൊരാളുടെ സൈറ്റല്ലേ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് നോക്കുക? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻസ്പെക്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളുള്ളത്. മോസില്ല ഫയർഫോക്സിലായാലും ഗൂഗിൾ ക്രോമിലായാലും സഫാരിയിലായാലും ഏതൊരു ബ്രൗസറിലായാലും ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് ആ വെബ്സൈറ്റിൽ പോയിട്ട്, അതായത് ആ സ്പെസിഫിക് പേജിൽ നിന്നിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇൻസ്പെക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഇൻസ്പെക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൂള് ഓപ്പണായി വരും. ഇപ്പോൾ താഴെ നോക്കി കഴിഞ്ഞാൽ ഒരു ടൂള് കാണാം. ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ താഴെ ഈ ഒരു ഐക്കൺ കാണാം, പിക്ക് ആൻ എലമെൻറ്റ് ഫ്രം ദ പേജ് എന്ന് പറഞ്ഞിട്ട്. ആ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ പേജിൽ ഏതെങ്കിലും എലമെൻറ്റ്സിൻ്റെ മുകളിലേക്ക് മൗസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ സെലക്ഷൻ വരും. അപ്പോൾ അടിയിലത്തെ കോഡ് അതിനനുസരിച്ച് മാറുന്നത് കാണാം. ഇപ്പോൾ എനിക്ക് ഈ ഹെഡിങ്ങിൻ്റെ ഫോണ്ടാണ് അറിയേണ്ടത്. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് സെലക്ട് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കോഡ് ഇവിടെ കാണിക്കുന്നത് കാണാം. റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന CSS സ്റ്റൈലും കാണാം. ഇപ്പോൾ ഇതിൻ്റെ ഫോണ്ട് സൈസ്, ഫോണ്ട് വെയ്റ്റ്, ലൈൻ ഹൈറ്റ് എല്ലാം വന്നിട്ടുണ്ട്. കുറച്ച് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സ്റ്റൈൽസാണ് അതിന് അപ്ലൈ ആയിട്ടുള്ളത് എല്ലാ സ്റ്റൈൽസും ഇതിൽ കാണിക്കും. അപ്പോൾ ഇതിന് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോണ്ട് ഫാമിലി പോപ്പിൻസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ പോപ്പിൻസ് എന്ന് പറയുന്ന ഫോണ്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ അത് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി ഈ ഒരു ടൂളിൻ്റെ ഏറ്റവും നല്ല ഉപകാരം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് CSS ആഡ് ചെയ്ത് റൺ ചെയ്തു. നമ്മൾ ആ പേജ് റൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ CSS കൊടുത്ത പോലെയുള്ള ചേഞ്ചസ് ഇതിൽ വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തതെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ സോഴ്സ് കോഡ് കുറേ നേരം നോക്കി വീണ്ടും റൺ ചെയ്തു, നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ഈ ഒരു ടൂള് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു എലമെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റൈല് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റൈലുകളൊക്കെ ഇവിടെ വന്നിട്ട് അതിനെ ഓവർ റൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ബ്ലൂ കളറിലും റെഡ് കളറും, അല്ലെങ്കിൽ ആ റോസ് കളർ, പിങ്ക് കളർ, വാട്ടെവർ ആ ഒരു കളറിൽ വരുന്നതാണ് അതിനിപ്പോൾ അപ്ലൈ ആയിട്ടുള്ള സ്റ്റൈലുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോണ്ട് സൈസ്, ഫോണ്ട് വെയ്റ്റ്, ലൈൻ ഹൈറ്റ്, പിന്നെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ കളറ് കണ്ടോ, ഇതൊക്കെ അപ്ലൈ ആയിട്ടുള്ള സ്റ്റൈലുകളാണ്. ഇനി ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ ഒരു വെട്ട് ഇട്ട രീതിയിൽ, അതായത് സ്ട്രൈക്ക് ത്രൂ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അങ്ങനെ വെട്ട് ഇട്ട രീതിയിൽ കിടക്കുന്നത് കാണാം. അപ്പോൾ ഈ ഫോണ്ട് വെയ്റ്റ് 500 എന്നുള്ളത് വെട്ടി, അതായത് ഓവർ റൈഡ് ചെയ്തിട്ട് വേറെ എവിടെയോ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. അതായത് കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോണ്ട് വെയ്റ്റ് 800 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 800 ആണ് ഇതിന് അപ്ലൈ ആവുന്ന റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചേഞ്ചസ് കറക്റ്റായിട്ട് വരാത്തത്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓവർ റൈഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം, അതായത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ സ്റ്റൈലുകൾ ഇതുപോലെ ബ്ലൂ ആൻഡ് പിങ്ക് കളറിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള, അതായത് ആ എലമെൻറ്റിന് അപ്ലൈ ആവുന്ന സ്റ്റൈലാണ്. ഇങ്ങനെ വെട്ട് വരുന്ന രീതിയിലുള്ളത് വരുമ്പോൾ അത് എവിടെയെങ്കിലും ഓവർ റൈഡ് ആയിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു വെട്ട് ഇത് നമുക്ക് മാറ്റിയിട്ട് ഈ സ്റ്റൈല് മാത്രം അപ്ലൈ ആയാൽ മതി. അതായത് ഈ ഫോണ്ട് വെയ്റ്റ് 800 നമുക്ക് അപ്ലൈ ആവണ്ട, നമുക്ക് അതിനൊക്കെ ഓവർ റൈഡ് ചെയ്ത് ഈ സ്റ്റൈൽ തന്നെ മതി, 500 തന്നെ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 500 കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് എക്സ്ക്ലമേറ്ററി സൈൻ കൊടുക്കുക. അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ആ സ്റ്റൈലാണ് അപ്ലൈ ആവുക. അപ്പോൾ ഇനി നമ്മൾ മുകളിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ ആ 800 വിട്ട് വന്നിട്ടുണ്ടാവും, അതായത് അതിനി അപ്ലൈ ആവില്ല. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ മാർജിൻ, ബോർഡർ, പാഡിങ്, പിന്നെ അതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ്, അങ്ങനെ എല്ലാം അവിടെ കൊടുക്കും കണ്ടോ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ് കേട്ടോ. ഞാനൊക്കെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് കുറേയൊക്കെ ചേഞ്ചസ് വരുത്തുക. ഇപ്പോൾ നമ്മളൊരു സൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഫോണ്ട് സൈസ് എനിക്ക് കുറവാണെന്ന് തോന്നി, എനിക്ക് കൂടുതൽ വേണം. അപ്പോൾ ഞാൻ നേരെ പോയി CSSൽ എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് റൺ ചെയ്യാണ്ട് ഇവിടെ തന്നെ ചേഞ്ചസ് വരുത്താൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഒരു H3 സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ അതിൻ്റെ സ്റ്റൈലുകൾ വന്നു. അപ്പോൾ ഈ എലമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോണ്ട് സൈസ്
നമുക്ക് ഇഷ്ടമുള്ള CSS എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. 50px എന്ന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ആ ഹെഡിങ്ങിൻ്റെ ഫോണ്ട് സൈസ് മാറി. ഇനി നമ്മൾ ലൈൻ ഹൈറ്റ് ചേഞ്ച് ചെയ്യാണ്. ലൈൻ ഹൈറ്റ് ഒരു 70px എന്നാക്കി. അപ്പോൾ അതിൻ്റെ ലൈൻ ഹൈറ്റ് മാറി കറക്റ്റ് വൃത്തിയിൽ വന്നു. ഇതൊരു ടെമ്പററി ചേഞ്ചാണ്. അതായത് ഈ പേജ് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൂളിൽ നമ്മൾ അധികമായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത CSS അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുള്ള ഈ CSS ഒക്കെ പോവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വർക്ക് അറൗണ്ടിന് വേണ്ടി മാത്രം ഈ ടൂൾ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആ എലമെൻറ്റ് വന്നു കഴിഞ്ഞാൽ കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ CSS കോഡിൽ പോയിട്ട് അത് പേസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് കുറേയൊക്കെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ടൂള് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളിപ്പോൾ കോളേജ് പ്രൊജക്റ്റോ അല്ലെങ്കിൽ വല്ല കമ്പനിയിൽ ജോയിൻ ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു ടൂള് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ഡെവലപ്പർ ആണെങ്കിൽ പോലും നിങ്ങളിൽ പലരും ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഇനിയുള്ള വീഡിയോസ് എന്ന് പറയുന്നത് വേർഡ്പ്രസ്സിൻ്റെ ട്യൂട്ടോറിയൽസ് ആണ് ചെയ്യാൻ പോകുന്നത്. വേർഡ്പ്രസ് എന്ന് പറഞ്ഞാൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വേർഡ്പ്രസ് എന്ന് പറയുന്നത്. അതൊരു ഫ്രെയിം വർക്ക് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ അതിലെങ്ങനെയാണ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത്, അതിൻ്റെ കുറച്ച് ടിപ്സ്, അതിൻ്റെ ട്യൂട്ടോറിയൽസ് അതൊക്കെയായിട്ട് നമുക്ക് വരാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.